ചൈനയ്ക്ക് 8ന്റെ പണി കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യ. ബ്രഹ്മപുത്ര നദിക്കടിയിൽ ലോകോത്തര നിലവാരമുള്ള ഒരു അണ്ടർ റോഡ് റെയിൽ തുരങ്കം നിർമ്മിക്കാനാണ് ഇന്ത്യൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ഗോഹ്പൂരിനെ അസമിലെ നുമാലിഗഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം. 18,600 മുതൽ 19,000 കോടി വരെയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. റോഡ് റെയിൽ കണക്ഷനുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുരങ്കമാണിത്. കേന്ദ്ര മന്ത്രിസഭ ഉടൻ തന്നെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ. തുരങ്കത്തിന്റെ പ്രധാന സവിശേഷതകൾ ഇവയൊക്കെയാണ്. ബ്രഹ്മപുത്ര നദിക്കടിയിൽ 2 ട്യൂബ് ടണലുകൾ നിർമ്മിക്കും. ഒന്ന് റോഡിനും മറ്റൊന്ന് റെയിൽവേ ലൈനിനും. നിലവിൽ ബോട്ട് അല്ലെങ്കിൽ പാലം വഴി നദി മുറിച്ചു കടക്കാൻ 4 മുതൽ 6.5 മണിക്കൂർ വരെ എടുക്കും. തുരങ്കം ഈ സമയം വെറും 30 മിനിറ്റായി കുറയ്ക്കും. വെള്ളത്തിനടിയിലായതിനാൽ വെള്ളപ്പൊക്കം, മഴ അല്ലെങ്കിൽ മറ്റു പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോഴും തുരങ്കം പ്രവർത്തിക്കും. പ്രധാനമായുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ചായ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വേഗത്തിൽ എത്തിച്ചേരും. വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയും. ട്രക്കുകളും ട്രെയിനുകളും നേരിട്ട് നദി മുറിച്ചു കടക്കും. വഴി തിരിച്ചുവിടൽ കുറയ്ക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും. മെച്ചപ്പെട്ട കണക്ടിവിറ്റിയോടെ സ്വകാര്യ കമ്പനികൾ അസമിലും മുഴുവൻ വടക്കു കിഴക്കൻ മേഖലയിലും ഫാക്ടറികളും ബിസിനസ്സുകളും സ്ഥാപിക്കും. നിർമ്മാണം, അറ്റകുറ്റപ്പണി, അനുബന്ധ മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലാണ് അസം സ്ഥിതി ചെയ്യുന്നത്. ചൈന, അരുണാചൽ പ്രദേശ്, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവരുമായി അതിർത്തി പങ്കിടുന്നു. സൈനികരുടെയും ആയുധങ്ങളുടെയും വിതരണത്തിന്റെയും ദ്രുതഗതിയിലുള്ള നീക്കം നിർണായകമാണ്. സൈനികരുടെ വേഗത്തിലുള്ള നീക്കം അടിയന്തര സാഹചര്യങ്ങളിൽ സൈനികർക്കും ഉപകരണങ്ങൾക്കും 30 മിനിറ്റിനുള്ളിൽ നദി മുറിച്ചു കടക്കാൻ കഴിയും. പാലങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചു. വെള്ളപ്പൊക്കത്തിലോ ശത്രു ആക്രമണത്തിലോ പാലങ്ങൾ നശിപ്പിക്കപ്പെടാം, പക്ഷെ തുരങ്കങ്ങൾ സുരക്ഷിതമായി തുടരും. സിലിഗുരി ഇടനാഴിക്ക് ബദൽ കൂടിയാണ്. വടക്കു കിഴക്കൻ പ്രദേശത്തെ ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളുമായി ബന്ധിക്കുന്ന ഈ ഇടുങ്ങിയ റോഡ് അടച്ചാൽ പ്രശ്നകരമാകും. തുരങ്കം ഇതിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. വടക്കു കിഴക്കൻ മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തും. മെച്ചപ്പെട്ട റോഡ്, റെയിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ലോജിസ്റ്റിക്കിനെ ശക്തിപ്പെടുത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സഹായങ്ങളുടെ വരവ് ത്വരിതപ്പെടുത്തും. ബ്രഹ്മപുത്ര നദിക്കടിയിൽ തുരങ്കം പണിയുന്നതിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിക്കടിയിലൂടെയുള്ള റെയിൽവേ തുരങ്കം നിർമ്മിക്കുക മാത്രമല്ല, വടക്കു കിഴക്കൻ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ ലൈഫ് ലൈൻ സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നാണ് മുൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചൗധരി പറഞ്ഞത്. ഭൂമിശാസ്ത്രം ഒരു വെല്ലുവിളിയിൽ നിന്ന് ഒരു അവസരത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നുണ്ട്. വടക്കു കിഴക്കൻ മേഖലയെ സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുരങ്കം. ഇതിൽ ഹൈവേകൾ, റെയിൽവേകൾ, ജലപാതകൾ, മറ്റു ബദൽ പാതകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വടക്കു കിഴക്കൻ മേഖല വളരെ കാലമായി അതിന്റെ ദുഷ്കരമായ ഭൂമിശാസ്ത്രത്താൽ പിന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയോടെ വ്യവസായം വരും, ടൂറിസം അഭിവൃദ്ധിപ്പെടും, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും, പ്രതിരോധവും വികസനവും ശക്തിപ്പെടും. ബ്രഹ്മപുത്ര അണ്ടർ വാട്ടർ ടണൽ വെറും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, വടക്കു കിഴക്കൻ മേഖലയെ മുഖ്യധാരയായ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നതിനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. സാധാരണക്കാർക്ക് വേഗതയേറിയതും വില കുറഞ്ഞതുമായ യാത്ര, വ്യാപാരികൾക്ക് മികച്ച വ്യാപാരം, രാജ്യത്തിന് ശക്തമായ പ്രതിരോധം. ഈ തുരങ്കം 3 മേഖലകളിലും ഒരു പ്രധാന വഴിത്തിരിവാകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.